പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർ നടപടികൾക്കായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സാഹചര്യം വിലയിരുത്തും. രാഷ്ട്രപതിയുടെ ഷിംല സന്ദർശനം മാറ്റിവെച്ചു. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, തുടർച്ചയായി ഇപ്പോഴും അതിർത്തിയിൽ പ്രകോപനമുണ്ടാവുകയാണ്. തുടർ നീക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാനായി വലിയ രീതിയിലുള്ള ചർച്ചകൾ കേന്ദ്രതലത്തിൽ പുരോഗമിക്കുന്നു. ഇന്നും ചർച്ചകൾ തുടരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വീകാര്യത അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന് മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്കിട്ട ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. രാഷ്ട്രപതിയുടെ സിംല സന്ദർശനം മാറ്റിവെക്കുന്നത് പോലും ഇത്തരം ചില നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഇന്ത്യ 36 മണിക്കൂറിനുള്ളിൽ തങ്ങളെ ആക്രമിക്കുന്നൊരു നിലപാടെടുക്കുകയും ഒപ്പം തന്നെ അത് UN അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം ചില ചർച്ചകളുടെയും ഒപ്പം തന്നെ മറ്റു ചില നീക്കങ്ങളുടെയും ഭാഗമാണ് അതിർത്തിയിൽ അതിശക്തമായ സൈന്യ വിന്യാസം തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകൾ തയ്യാറായിരിക്കുന്നു. നാവികസേന അത് സംബന്ധിച്ചുള്ള ചില ചിത്രങ്ങൾ പുറത്തുവിടുകയും ഏത് സമയത്തും എങ്ങനെയും പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് എവിടെ നിന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് കാണാം എന്ന തരത്തിൽ ചില സന്ദേശങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എപ്പോൾ എവിടെ വെച്ച് ആക്രമിക്കണം അത് സൈന്യത്തിന് തീരുമാനിക്കാമെന്ന തരത്തിൽ സ്വതന്ത്ര അധികാരം എന്ന നിലയിൽ തന്നെ സൈന്യത്തോട് പ്രധാനമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിലേക്ക് നടക്കുന്നത്. സ്വാഭാവികമായും അത്തരം ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, നിലവിലെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ നയതന്ത്രപരമായി നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഏതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞു, ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ ഇതുവരെ എടുത്ത നടപടികൾ പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ടത് ഈ 5 ഭീകരരെ കണ്ടെത്താനുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ അവർ ഒളിവിൽ കഴിഞ്ഞ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അവർ ഒളിത്താവളം മാറി എന്നുള്ളതാണ് സേനാവൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ശ്രീകാർത്തിക. ശരി, വ്യക്തമാണ്. കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.